ഹലോ കൂട്ടുകാരെ, 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഡോറയുടെ സിനിമയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സിനിമയുടെ പേര് ഡോറ ആൻഡ് ദി സെർച്ച് ഫോർ സോൾ ഡൊറാഡോ. കഥ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഡോറ ആൻഡ് ദി ലോസ്റ്റ് സിറ്റി ഓഫ് ഗോൾഡ് ആ ഒരു സിനിമയുടെ സെയിം കഥയാണെന്ന് ആരും വിചാരിക്കേണ്ട. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഏത് സമയവും മഴ പെയ്യുന്ന നല്ല മനോഹരമായിട്ടുള്ള കാടുകൾ. പിന്നീട് നമ്മുടെ കൊച്ചു നായികയായിട്ടുള്ള ഡോറയെ കാണിക്കുന്നു. ഡോറയുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, ഏത് സമയം എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അവരുടെ കൂട്ടിനായിട്ട് കസിനായിട്ടുള്ള നമ്മുടെ ഡിയാഗോയും ഉണ്ട്. ഇവർ രണ്ടുപേരും ടി വിയിൽ ഇപ്പോ കമില എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോററുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ, ഡോറയ്ക്ക് എപ്പോഴും എക്സ്പ്ലോർ ചെയ്ത് നടക്കാനായിട്ടാണ് ഇഷ്ടം. അത് മനസ്സിലാക്കിയിട്ടുള്ള അവരുടെ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പിക്നിക്കും മറ്റുമൊക്കെ രണ്ടുപേരെയും കൊണ്ടുപോകാറുണ്ട്. അവിടെ വെച്ച് ഈ ഒരു മുത്തശ്ശൻ ഡിയാഗോയ്ക്കും അതുപോലെ തന്നെ ഡോറയ്ക്കും ഓരോ ബ്രേസ്ലെറ്റ് വെച്ച് നൽകുകയാണ്. എന്നിട്ട് ഐലു എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്ത് ആപത്ഘട്ടം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, പരസ്പരം സഹായിക്കണം എന്നതൊക്കെയാണ് ഐലു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അന്ന് രാത്രി അവരവിടെ കിടന്നുറങ്ങുമ്പോൾ മുത്തശ്ശൻ മറ്റൊരു കഥ കൂടി പറഞ്ഞു കൊടുത്തു. ആമസോൺ കാടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സോൾ ഡൊറാഡോ പണ്ട് 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 സൂര്യന്റെ ശക്തിയാല് എന്തോ ഒരു വലിയ ഉൽക്ക പോലുള്ള ഒരു സാധനം വന്ന് ആ ഒരു കാട്ടിലേക്ക് പതിച്ചു. ഒരുപാട് നിധികളുണ്ട് അവിടെ. പക്ഷെ ആ ഒരു കാടിന് നടുവിലായിട്ടുള്ള ആ സോൾ ഡൊറാഡോ കണ്ടുപിടിക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് വെറും ഒരു നിധി മാത്രമല്ല, അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരാഗ്രഹം അത് സാധിച്ചു തരും എന്നും പറഞ്ഞ് മുത്തശ്ശൻ നമ്മുടെ ഡോറയ്ക്കായിട്ട് ഒരു മാപ്പ് കൊടുക്കുന്നുണ്ട്. ഡോറ ആ ഒരു മാപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും ഡിയാഗോ നമ്മുടെ ഡോറയുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡിയാഗോ ഇല്ലാത്തപ്പോൾ നമ്മുടെ ഡോറ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് കാട്ടിലൂടെ. പെട്ടെന്നാണ് പൊന്തക്കാട്ടിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. ഡോറ ആകെ ഞെട്ടിപ്പോയി. നോക്കുമ്പോ അതൊരു പാവം കുരങ്ങനായിരുന്നു, നമ്മുടെ ബുജ്ജി. മലയാളം വേർഷനിൽ ബുജ്ജി എന്ന് പറയും, പിന്നെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബൂട്ട്സ് ആണ് പറയാ. നമുക്ക് എന്തായാലും ബുജ്ജി എന്ന് പറയാം. ബുജ്ജിയുടെ കാലിലായിട്ട് ഒരു മുള്ളുണ്ടായിരുന്നു. അത് നമ്മുടെ ഡോറ എടുത്തു കളഞ്ഞു. എന്നിട്ട് അവന് ചെറിയ 2 ഷൂവും കൊടുത്തു. അവന്റെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, പോകാനായിട്ട് ഒരു ഇടവുമില്ല. അങ്ങനെ അന്ന് മുതൽ നമ്മുടെ ഡോറയുടെ കൂടെ കൂടുകയാണ് ഈ ഒരു ബുജ്ജി. പക്ഷെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി ഇപ്പൊ ഡോറയ്ക്കും അറിയില്ല. അങ്ങനെ നമ്മുടെ ഡോറ ആ ഒരു മാപ്പ് എടുക്കുകയാണ്. മാപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഡോറ ആൻഡ് ദി സെർച്ച് ഫോർ സോൾ ഡൊറാഡോ. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി, ഏകദേശം 10 വർഷം. ഇപ്പൊ നമ്മുടെ ഡോറയ്ക്ക് 16 വയസ്സുണ്ട്. ഡോറ ബാക്ക് പാക്ക് ഇട്ടിട്ട് ഓടി പോകുന്നത് എങ്ങോട്ടാണെന്നാ? ജോലിക്കോ മറ്റോ ഒന്നുമല്ല, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നതാണ് അവളുടെ മെയിൻ ഹോബി. അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പബ്സ് ഒക്കെ എടുത്ത് അവൾ നേരെ തോട്ടത്തിൽ നനയ്ക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നുണ്ട്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു പൂവും വാങ്ങിയിട്ട് അവൾ അവിടെ നിന്നും ഓടി പോകുന്നു. അവളുടെ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശന്റെ ഫോട്ടോയ്ക്ക് അരികിലായിട്ട് ആ ഒരു പൂ വയ്ക്കുന്നു. എന്നിട്ട് മുത്തശ്ശനെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് അവൾ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഡിയാഗോനെ കാണാനായിട്ടാണ് ഇവൾ പോകുന്നത്. ഡോറ വരുമ്പോ തന്നെ നമ്മുടെ ഡിയാഗോയ്ക്ക് കാര്യം മനസ്സിലായി. ഇന്നിപ്പോ എങ്ങോട്ടാ പോകണ്ടേ എന്നാണ് നമ്മുടെ ഡിയാഗോ ചോദിക്കുന്നത്. അങ്ങനെ ഇവര് 3 പേരും കൂടി ചേർന്നിട്ട് ഒരു ഗുഹയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഗുഹയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വവ്വാലുകളൊക്കെ ഉണ്ട്. ഡിയാഗോ ആണെന്നുണ്ടെങ്കിൽ പേടിച്ചിരിക്കുകയാണ്, ഞാനെങ്ങുമില്ലാന്ന്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ ബുജ്ജിയുടെയും. ഈ ബുജ്ജി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമ്മുടെ ഡോറയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ എന്നാണ് ബുജ്ജി പറയുന്നത്. അങ്ങനെ നമ്മുടെ ഡോറയും ഡിയാഗോയും കൂടിയും കഷ്ടിച്ച് ആ ഒരു ഗുഹയിലൂടെ നടന്ന് ഇപ്പൊ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ട്രാപ്പിൽ പെടുകയാണ്. ഇവരുടെ ഫ്രണ്ടിലേക്ക് എത്രയോ പുരാതന വർഷം പഴക്കമുള്ള ഒരു അസ്ഥി കൂടെ വരികയാണ്. ഡിയാഗോ നല്ല രീതിയിൽ പേടിച്ചുപോയി. പക്ഷെ നമ്മുടെ ഡോറയ്ക്ക് ഇതൊന്നും പുത്തരിയല്ലല്ലോ, അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവള് ചിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ആയിട്ടാണ് ഞാൻ പറഞ്ഞ സ്ഥലം എന്നും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ടേക്ക് നടന്നതും പെട്ടെന്ന് തന്നെ ഒരു താഴ്ചയിലേക്ക് അവൾ വീണു പോവുകയാണ്. സോൾ ഡൊറാഡോ കണ്ടെത്താനായിട്ടുള്ള ഒരു കീ അത് അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആൻഷ്യന്റ് ലാംഗ്വേജ് ഉണ്ട്. അതായത് ഒരു കയർ ഇങ്ങനെ തൂക്കിട്ടിട്ടുണ്ടാവും, ഒരുപാട് കയറുകൾ. ആ കയറിലായിട്ട് ഓരോരോ കല്ലും ഉണ്ടായിരിക്കും. അതനുസരിച്ച് വായിച്ചു നോക്കിയിട്ടാണ് ഇപ്പൊ ആ ഒരു ലാംഗ്വേജ് അവൾ മനസ്സിലാക്കി അതിനുള്ളിലായിട്ട് ആ ഒരു കീ കാണുന്നുണ്ട്. ആ കീയുടെ സ്ഥാനത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് ബോക്സ് അവൾ അവിടെ പെട്ടെന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കീ എടുക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ആ ഒരു കീ അവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ പൊട്ടിപ്പോവുകയാണ്. അതോട് കൂടിയിട്ട് ഡോറ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെല്ലാം തന്നെ തീ വരാനായിട്ട് തുടങ്ങി. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ കയറിയും വരണം. ഡിയാഗോ അപ്പൊ തന്നെ ഒരു റോപ്പ് എറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവൾ അതിൽ പിടിച്ച് കയറുന്നതിന്റെ ഇടയ്ക്ക് ഡോറയുടെ ബാക്ക് പാക്കിൽ നിന്ന് അവൾക്ക് ഏറെ പ്രിയപ്പെട്ട അവളുടെ മാപ്പ് താഴേക്ക് വീണു പോവുകയാണ്. അതും നേരെ തീയിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാപ്പ് കത്തിപ്പോയി. ഇത് കണ്ട ഡോറയാണെന്നുണ്ടെങ്കിൽ കരച്ചിലോട് കരച്ചില്.
ഡിയാഗോയ്ക്കും വിഷമമായി. അങ്ങനെ ഒരു വിധം അവളെ പുറത്തേക്ക് നമ്മുടെ ഡിയാഗോ എത്തിച്ചു. വീട്ടിലേക്ക് എത്തിയപ്പോഴും നമ്മുടെ ഡോറ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എല്ലാവരും എന്താ കാര്യം തിരക്കിയപ്പോ ഡിയാഗോ കാര്യം പറഞ്ഞു. ഒരു മാപ്പല്ലേ, വേറൊരെണ്ണം നോക്കിയാ പോരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു മാപ്പില്ലാതെ എനിക്ക് എന്റെ എക്സ്പ്ലോറും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഡോറ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോൾ ഡിയാഗോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡിയാഗോ സത്യത്തിൽ അവന് കിട്ടിയ ഒരു സ്കോളർഷിപ്പിന്റെ കാര്യം പറയാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് മറ്റൊരു കാർഡാണ് നമ്മുടെ ഡോറ കാണുന്നത്. അതായത് ഡിയാഗോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ജംഗിൾ വേൾഡ് എന്ന് പറയുന്ന ഒരു പാർക്കിലാണ്. ഞാനും അവിടുത്തെ ഒരു എംപ്ലോയി വന്നോട്ടെ എന്ന് ഡിയാഗോയുടെ അടുത്ത് ഡോറ ചോദിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവിടുത്തെ എംപ്ലോയി ആയിട്ട് നമ്മുടെ ഡോറ പോവുകയാണ്. അവിടേക്ക് ചെന്നപ്പോൾ ഡോറ ശരിക്കും ഞെട്ടിപ്പോയി. ദേ കമില നിൽക്കുന്നു. കമിലയുടെ വലിയൊരു ആരാധികയാണ് നമ്മുടെ ഡോറ. കമില എന്ന് പറയുന്നത് ഒരു വലിയ എക്സ്പ്ലോറർ ആയിരുന്നു. ഇപ്പൊ ഈ ഒരു ജംഗിൾ വേൾഡ് എന്ന് പറയുന്ന പാർക്ക് നോക്കി നടത്തുകയാണ്. പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. നമ്മുടെ കമില ഡോറയ്ക്ക് എംപ്ലോയി ബാഡ്ജ് കൊടുത്തതിന് ശേഷം അവിടെ ഒന്നൊരു കാറിൽ കയറി പോവുകയാണ്. നമ്മുടെ ഡോറയുടെ പണി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജംഗിൾ വേൾഡിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡായിട്ട് ബഗ്ഗി കാറിൽ ഇരുന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇന്ന മൃഗം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. നായിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ ഒരു ബഗ്ഗി കാർ ഓടിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ജംഗിൾ വേൾഡിൽ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം ഉടായ്പായിരുന്നു. മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളുടെ സൗണ്ട് മാത്രം സ്പീക്കറിലൂടെ കേൾപ്പിക്കും. ഒരു മുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു യന്ത്ര മുതലിനെയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഈ ഒരു പരിപാടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്, എന്റെ പൊന്നി ചേച്ചി ഇത് എപ്പോഴൊന്ന് കഴിയുക, മനുഷ്യനെ പ്രാന്ത് പിടിക്കുന്നു. അങ്ങനെ ആ ടൂറിസ്റ്റുകളൊക്കെ പോയി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡ്രൈവർ ആയിട്ടുള്ള നായിയുടെ അടുത്ത് ഡോറ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലേ എന്ന്. ഇല്ല ഇനിയും ഒരുപാടുണ്ട് എന്ന് പറയുമ്പോ ഡോറ ആകെ ഡെസ്പ് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡിയാഗോയുടെ അടുത്തേക്കാണ് ഡോറ ചെല്ലുന്നത്. നിന്റെ ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട, ഒരു വിധത്തിൽ ഒപ്പിച്ചു എന്നാണ് ഡോറ പറയുന്നത്. പെട്ടെന്നാണ് അവൾ അവളുടെ ബാഡ്ജ് മറന്നു വെച്ച കാര്യം ഓർമ്മ വന്നിട്ട് തിരികെ പോയി എടുക്കാൻ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ കേൾക്കുന്നു. പോയി നോക്കുമ്പോൾ ഈ ഒരു ജംഗിൾ വേൾഡിന്റെ മറവിൽ കുറെ പേര് ആ പുരാതനമായിട്ടുള്ള സ്ഥലത്ത് എന്തൊക്കെയോ കുഴിച്ചു നോക്കുകയാണ്. കുറെ കാണാത്തതിനെ തുടർന്ന് ഡിയാഗോയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഉടനെ തന്നെ കമിലയെ അറിയിക്കണം എന്ന് പറയുമ്പോഴാണ് കമിലയുടെ അടുത്തേക്കാണ് അവിടെ നിന്നും കുഴിച്ചു കിട്ടിയ സ്വർണവുമായിട്ട് അവിടുത്തെ ആളുകൾ ചെല്ലുന്നത്. പക്ഷെ കമില ആ ഒരു ജോലിക്കാരെ മൊത്തം വഴക്ക് പറയുകയാണ്, എനിക്കിതല്ല വേണ്ടത്, ആ ഒരു ബ്രേസ്ലെറ്റ് ആണ് സോൾ ഡൊറാഡോയിലേക്കുള്ള കീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറ ഞെട്ടിപ്പോകുന്നു. കമില ഈ ഒരു ജോലിക്കാർക്ക് ഒരു ഓഫർ നൽകുകയാണ്. അവിടെ നിന്നും കിട്ടുന്ന സ്വർണം മുഴുവൻ നിങ്ങൾ എടുത്തോളൂ, പക്ഷേ എനിക്ക് ആ ഒരു കീ കണ്ടെത്തി തരണമെന്ന്. അങ്ങനെ ജോലിക്കാര് വലിയ ഉത്സാഹത്തോട് കൂടിയിട്ട് അവിടെ വീണ്ടും കുഴിക്കാനായിട്ട് തുടങ്ങി. മറുവശത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡോറയാകട്ടെ ഒരു ബുക്ക് നോക്കിയിട്ട് ആ ഒരു സോൾ ഡൊറാഡോയിലേക്ക് പോകാനുള്ള കീ ആണ് ആ ബ്രേസ്ലെറ്റ് എന്ന് മനസ്സിലാക്കി. ഇക്കാര്യം ഡിയാഗോയുടെ അടുത്തും നമ്മുടെ ഡോറ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും പതിവ് പോലെ ജോലിക്കായിട്ട് ഡിയാഗോയും ഡോറയും പോയി. ജോലിക്കിടയിൽ നമ്മുടെ ഡോറ നൈസായിട്ട് മുങ്ങി. എന്നിട്ടൊരു ഷോവൽ ഉപയോഗിച്ചിട്ട് അവിടെ കുഴിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ആ ജോലിക്കാര് ഓൾറെഡി ആ ഒരു കീ കുഴിച്ചെടുത്തിട്ട് സ്റ്റോറേജ് സെക്ഷനിലേക്ക് വെക്കുന്നത് നമ്മുടെ ഡോറ കാണുന്നത്. ഇവിടുത്തെ ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡോറയ്ക്ക് എല്ലായിടത്തും പോകാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. പതിവ് പോലെ ഡോറയെ കാണാതായപ്പോ നമ്മുടെ ഡിയാഗോയും അങ്ങോട്ടേക്ക് എത്തുന്നു. ആ ഒരു സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുത്ത പുരാതനമായിട്ടുള്ള ഒരുപാട് ശിലകളും മറ്റും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു മേശപ്പുറത്തായിട്ട് ആ ഒരു വലിയ ബോക്സിലായിട്ടാണ് ഇപ്പൊ ആ ഒരു കീ ഉള്ളത്. ഇതെന്താണെന്ന് പോലും ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. ഇതെങ്ങനെയാ ഇപ്പൊ തുറക്കുക എന്ന് ഡിയാഗോ നമ്മുടെ ഡോറ അടുത്ത് ചോദിക്കുമ്പോൾ ഡോറ പറയുന്നുണ്ട്, നേരത്തെ നമുക്ക് കിട്ടിയ ആ ഒരു വട്ടത്തിലുള്ള കീ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞ് ഡോറ അത് ആ ഒരു ബോക്സിന് പുറത്ത് വെക്കുമ്പോ തന്നെ ആ ഒരു ബോക്സിൽ നിന്ന് സ്വർണത്തിന്റെ ആ ബ്രേസ്ലെറ്റ് നമ്മുടെ ഡോറയുടെ കൈകളിലേക്ക് വന്ന് അള്ളിപ്പിടിച്ച് ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോറ കുറച്ച് വിഷൻസ് കാണുകയാണ്. അതായത് ഈ സോൾ ഡൊറാഡോയിലേക്ക് പോവാനായിട്ടുള്ള 3 വാതിലുകള് അത് കറക്റ്റ് ആയിട്ട് അവൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കാണ് ഇവരുടെ യാത്ര. ഏറ്റവും ഒടുവിൽ സോൾ ഡൊറാഡോയും അവൾ ആ ഒരു വിഷനിൽ കാണുന്നുണ്ട്. ഇക്കാര്യം നമ്മുടെ ഡിയാഗോയുടെ അടുത്ത് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഗാർഡ്സും അതുപോലെ തന്നെ കാമിലയും അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു ബ്രേസ്ലെറ്റ് ഇവിടെ നിന്നും നഷ്ടപ്പെട്ട കാര്യം കാമിലയ്ക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഇവരെ പിടിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാമില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാർക്കിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മുടെ ഡോറയെ പിടിച്ചു വെക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവർ ഓടിപ്പോകുന്നതിന്റെ തൊട്ട് മുമ്പിലായിട്ടായിരുന്നു കാമിലയും സെക്യൂരിറ്റി ഗാർഡ്സും ഉണ്ടായിരുന്നത്. ഈ ഒരു ബ്രേസ്ലെറ്റ് കാരണമാണ് ഇപ്പൊ അവര് രക്ഷപ്പെട്ടത്. ഓടി നമ്മുടെ ഡിയാഗോയും ഡോറയും നേരെ ചെന്ന് കയറുന്നത് നായി ഓടിക്കുന്ന ആ ഒരു ബഗ്ഗി കാറിന്റെ അടുത്തേക്കാണ്. ടൂറിസ്റ്റുകൾ എല്ലാവരും തന്നെ ആ ഒരു ബഗ്ഗി കാറിൽ നിന്ന് ഡോറ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് നമ്മുടെ നായിയുടെ അടുത്ത് പറയുകയാണ്. നായിക്ക് കാര്യം മനസ്സിലായില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഡിയാഗോയുടെ എക്സ് ലവർ കൂടിയാണ് നമ്മുടെ ഈ നായിയ. പിന്നെ ഈ പയ്യനുണ്ടല്ലോ, സണ്ണി എന്നാണ് അവന്റെ പേര്, നായിയുടെ ബ്രദറാണ്. അങ്ങനെ ഇവരൊക്കെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴാണ് നമ്മുടെ സണ്ണി പറയുന്നത്, അല്ല അവരും വരുന്നുണ്ടോ നോക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സും ഇവരെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സണ്ണി എന്ന് പറയുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുഴൽ ഊതിയിട്ട് അതിൽ നിന്ന് ഒരു അമ്പ് വന്നിട്ട്
ആ ഒരു തറയ്ക്കണ സംഭവം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഊതുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ നായി ഓടിച്ചിരുന്ന ആ ഒരു ബഗ്ഗിക്കാരന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ട്. അതോട് കൂടിയിട്ട് ആ ഒരു അമ്പ് ചെന്ന് കയറുന്നത് പാവം നമ്മുടെ ഡിയാഗോയുടെ കയ്യിലായിരുന്നു. അതോടുകൂടി അവന്റെ ബോധം പോയി. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സെക്യൂരിറ്റി ഗാർഡ്സ് മൊത്തം ഇവരുടെ പിന്നാലുണ്ട്. അതും പോരാഞ്ഞ് ക്യാമിലയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബൈക്കും എടുത്ത് ഇറങ്ങിയേക്കാണ് ഇവരെ പിടിക്കാനായിട്ട്. പക്ഷെ ഇവരുടെ ഭാഗ്യത്തിന് ഈ ക്യാമിലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് അറിയാതെ വീണ് പോകുന്നുണ്ട്. അതിസാഹസികമായിട്ട് ആ ഒരു ബഗ്ഗി കാർ ഓടിച്ചുകൊണ്ട് ഇപ്പൊ നായി എങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ജംഗിൾ വേർഡിന്റെ പുറത്തേക്ക് കടക്കാനായിട്ടുള്ള ആ ഒരു ഡോർ അവർ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് തലനാരിഴയ്ക്ക് മാത്രമാണ് ആ ഒരു ബഗ്ഗി കാർ ആ ഒരു ഗേറ്റിന്റെ ഇടയിൽ കൂടെ രക്ഷപ്പെട്ടു പോകുന്നത്. കമീല അപ്പൊ മനസ്സിൽ പറയുന്നുണ്ട്, എടി ഡോറെ, നിന്നെ ഞാൻ ഉറപ്പായിട്ടും പിടിച്ചിരിക്കും. ബോധം കെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡിയാഗോ കണ്ണു തുറന്നു നോക്കുമ്പോ ഇവരെല്ലാവരും ഇപ്പൊ കാട്ടിലെത്തി നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. ഇവര് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബഗ്ഗിക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ മറിഞ്ഞു കിടക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ഡോറയും ഡിയാഗയും കൂടി നായിയെയും പിന്നെ സണ്ണിയെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അതായത് അവർ ഈ ഒരു സോൾഡറോടെ തേടി പോവുകയാണെന്ന്. അതിലേക്കുള്ള കീ ആണ് ഇപ്പൊ ഇവളുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരും ഈ ഒരു യാത്രയിൽ ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ഗിയേഴ്സും നമ്മുടെ കയ്യിലില്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്ക് പാക്കിൽ നിന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആ ബാക്ക് പാക്കിൽ തന്നെ നമ്മുടെ ഡിയാഗോയുടെ ബാക്ക് പാക്കും അതുപോലെ തന്നെ റോപ്പും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ 4 പേരും കൂടി ചേർന്ന് സോൾ ഡൊറാഡോ കണ്ടുപിടിക്കാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡോറയ്ക്ക് വീണ്ടും ആ ഒരു വിഷൻസ് വരുന്നത്. അതായത് ആ ഒരു സോൾ ഡൊറാഡോയിലേക്കുള്ള പോകുവാനുള്ള വഴിയും അതുപോലെ തന്നെ ആ ഒരു ഡോറുകളും അവൾ കാണുകയാണ്. ഈ കാര്യം വീണ്ടും അവൾ എല്ലാവരുടെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷെ അവിടേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ല എന്നുകൂടി പറയുമ്പോൾ എല്ലാവരും നിരാശരായി നിൽക്കുകയാണ്. എന്റെ മാപ്പ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് ആ ഒരു മാപ്പ് വഴി കാണിച്ചു തന്നേനെ എന്നാണ് ഇപ്പൊ ഡോറ് പറയുന്നത്. ഒരു വശത്ത് നമ്മുടെ കമീല അവളുടെ ശിങ്കിടികളെയും കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തില് നമ്മുടെ കുറുനരിയുമുണ്ട്. ഇംഗ്ലീഷിൽ സ്വൈപ്പർ എന്നാ പറയാ, നമുക്ക് കുറുനരി തന്നെ പറയാം. കുറുനരിയാണ് നമ്മുടെ ഡോറയും കൂട്ടരും പോയിട്ടുണ്ടായിരുന്ന ആ ഒരു കാൽപ്പാടുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഡോറയും കൂട്ടരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് മരത്തിന്റെ അവിടെ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പോ നമ്മുടെ ബുജിയാണെന്നുണ്ടെങ്കിൽ ഡോറയെ തേടി എത്തിയിരിക്കുകയാണ്. ഡോറയ്ക്ക് ഇപ്പൊ പകുതി ആശ്വാസമായി. അപ്പോഴാണ് ബുജി ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. അതായത് കമീലയും കൂട്ടരും ഇവരെ തേടി ഇപ്പൊ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ബുജിയാണ് ഇപ്പോ ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ദൂരം പിന്നിട്ട ശേഷം ആദ്യത്തെ ആ ഒരു ഡോറ് കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഡോറയും കൂട്ടരും. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ ഉപയോഗിച്ച് ആ ഒരു ഡോറ് ഇപ്പൊ തുറക്കുന്നത് കണ്ടപ്പോ തന്നെ ബാക്കിയുള്ളവരാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഡോറയാണെന്നുണ്ടെങ്കിൽ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഡോറയാണ് ആ ഒരു കവാടത്തിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നത്. നമ്മുടെ ബുജി ആകട്ടെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇവര് കടന്നു പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അവിടെ മൊത്തം ഒരുപാട് പാറ്റയും മറ്റും പഴുതാരയും ഒക്കെ ഉണ്ടായിരുന്നു. അയ്യക്കാണെന്നുണ്ടെങ്കിൽ പാറ്റിനെ നല്ല പേടിയായിരുന്നു. ഒരു വൃത്താകൃതിയിലുള്ള പ്രതലത്തിലാണ് ഇപ്പൊ അവരെത്തി നിൽക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗിയർ ഉണ്ടായിരുന്നു. മറുവശത്ത് നമ്മുടെ ഡോറയും ഡിയാഗോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കയറിൽ നിന്ന് ആ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സണ്ണി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗിയർ അങ്ങോട്ട് വലിച്ചു. അതോട് കൂടിയിട്ട് 4-5 വശത്തു നിന്നും ഇപ്പൊ ആ ഒരു വലിയ മതിലുകൾ വന്നിട്ട് ഇവരെ ഇപ്പൊ ചമ്മന്തിയാക്കുന്ന പരുവത്തിലാക്കാനായിട്ട് പോവാണ്. നടുവിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കിണർ പോലെ എന്തോ ഇന്നുണ്ട്. അതിൽ ഒരുപാട് അസ്ഥികളാണുള്ളത്. ഒടുവില് ഡോറ ആ ഒരു കയറിൽ നിന്ന് ആ ലാംഗ്വേജ് നോക്കി മനസ്സിലാക്കിയിട്ട് ആ ഒരു അസ്ഥികളിൽ കയറി കിടക്കാനായിട്ട് പറയുകയാണ്. ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ കിടന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവര് താഴേക്ക് വീണു പോവുകയാണ്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി എന്നാണ് ഇപ്പോൾ ഡിയാഗോ പറയുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു കല്ല് മാറ്റി നോക്കിയപ്പോഴാണ് അവിടെ നിന്നും വലിയൊരു പ്രകാശം വരുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത്. അങ്ങോട്ടേക്ക് പോയി നോക്കിയേ ഇവരാകെ ഞെട്ടിപ്പോയി. ഒരു തിളങ്ങുന്ന സ്റ്റോൺ. ആ ഒരു സ്റ്റോൺ എടുത്തിട്ട് നമ്മുടെ ഡോറയുടെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റിൽ വെക്കുകയാണ് ഇവര്. ആദ്യത്തെ കടമ്പ ഇവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊന്നും ഇവർക്ക് അറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഒടുക്കത്തെ മഴയാണ്. ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും. വഴി അറിയില്ല, ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ ഡിയാഗോ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഡോറയ്ക്ക് സങ്കടമാണ്. മറുവശത്ത് കുറുനരിയുടെ സഹായത്തോട് കൂടിയിട്ട് കമീലയും ചിങ്കിടികളും ഇപ്പൊ ഡോറയും കൂട്ടരെയും തെരഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിന് യാത്ര വേണ്ട എന്നും പറഞ്ഞ് ഡോറയും സംഘവും അവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഡോറ ഇല്ലാത്ത സമയം നമ്മുടെ ഡിയാഗോയും നായയും ആണെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്നത് വീട്ടിലേക്ക് തിരികെ പോയാലോ എന്നാണ്. ഇത് കേട്ടിട്ട്
കേട്ടിട്ടാണ് നമ്മുടെ ഡോറ വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. കാരണം ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയിട്ട് ഇപ്പൊ തന്റെ കൂടെ അവർ നിൽക്കുന്നില്ല എന്ന് ഓർത്തിട്ട്. പക്ഷെ അവൾ അത് പുറത്ത് കാണിക്കുന്നേ ഇല്ല. അന്ന് രാത്രി ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോ നമ്മുടെ ഡോറയുടെ കയ്യിലായിട്ടാണല്ലോ ആ ഒരു ബ്രേസ്ലെറ്റ് ഉള്ളത്. കുറുനരി പമ്മി പമ്മി വന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് കടിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നടന്നില്ല. രാവിലെ ആയപ്പോ നമ്മുടെ ഡിയാഗോ ഡോറയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അതായത് അവൻ ഇതിനു മുമ്പും പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് ന്യൂയോർക്കിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ പോവുകയാണെന്നൊക്കെ. പക്ഷെ അവളുടെ ഈ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളിൽ ഇവൻ കൂടുന്നതുകൊണ്ട് തന്നെ ഇവൻ അത് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞതും നമ്മുടെ ഡോറയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ഇപ്പോ ഡിയാഗോയുടെ കയ്യിലേക്ക് പറന്നു പോയി കയറിയിരിക്കുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൻ തിരികെ നടന്നതും ഈ ഒരു ബ്രേസ്ലെറ്റ് അവനെ നടക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം ഞാനും വരാം സോൾഡറോടെ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആ ഒരു ബ്രേസ്ലെറ്റ് അടങ്ങുകയാണ്. ഇന്നത്തെ ദിവസമാണ് ഫ്ലൈറ്റും കയറി നമ്മുടെ ഡിയാഗോ ന്യൂയോർക്കിലേക്ക് പോകേണ്ടത്. അവനാണ് ഈ ഒരു കാട്ടിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ ബുജിയുടെ സഹായത്തോട് കൂടിയിട്ട് അടുത്ത ഡോറും നമ്മുടെ ഡോറയും കൂട്ടരും കണ്ടുപിടിച്ചു. അതിനുള്ളിലേക്ക് ഇവര് ഇറങ്ങുന്നുണ്ട്. ആ ഒരു ഗുഹയ്ക്കുള്ളിലായിട്ടും ഒരുപാട് കയറുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതൊരു തരം ലാംഗ്വേജ് ആണ്. അത് നോക്കി ഡോറയും ഡിയാഗോയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. അവിടെ നടുഭാഗത്തായിട്ട് ഒരുപാട് വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഓരോന്നിലും ഓരോ കല്ല് അല്ലെങ്കിൽ 2 കല്ല് വീതമെന്നൊക്കെയുണ്ട്. അതനുസരിച്ച് അതിലേക്ക് ചാടി കടന്ന് ആ ഒരു വള്ളി ഉപയോഗിച്ചിട്ട് വേണം നടുവിലുള്ള ആ ഒരു പ്രതിമയുടെ അടുത്തേക്ക് എത്താനായിട്ട്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബ്രിഡ്ജ് ഇവർക്ക് ഉയർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ഡിയാഗോ ആണ് ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. ആദ്യമൊക്കെ ഈ ഒരു യാത്രയിൽ നമ്മുടെ ഡിയാഗോയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഡിയാഗോയ്ക്ക് ഇപ്പൊ നല്ല ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. 2 പാമ്പിൻ തലയുള്ള ആ ഒരു പ്രതലത്തിലേക്ക് ഇപ്പൊ നമ്മുടെ ഡിയാഗോ വന്നു. എന്നിട്ട് അവിടുത്തെ ആ ഒരു ലിവർ പൊക്കിയതോട് കൂടിയിട്ട് അവിടെ ആ ഒരു 2 ബ്രിഡ്ജുകൾ ഉയർന്നു പൊങ്ങുകയാണ്. അങ്ങനെ ആ ബ്രേസ്ലെറ്റിൽ വെക്കാനുള്ള അടുത്ത സ്റ്റോണും ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഡോറ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട ഡിയാഗോ അവളോട് വന്നിട്ട് സോറി പറയുന്നു. ഈ ഒരു യാത്രയിലും ഇനിയുള്ള എല്ലാ യാത്രയിലും നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് ഡോറയ്ക്ക് അവൻ ഉറപ്പ് കൊടുക്കുന്നു. അതോടുകൂടിയിട്ട് ഡോറയും ഇപ്പൊ ഹാപ്പി ആവുന്നു. ഇതേ സമയം നമ്മുടെ നായിയും സോണിയും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് നമ്മുടെ ഡോറയും ഡിയാഗോ ആയിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കമീല എത്തിയിട്ടുണ്ടായിരുന്നു. കമീലയുടെ ശിങ്കിടികള് ഇവരെല്ലാവരെയും പിടിച്ചു കെട്ടുന്നു. ഡോറയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ബുജിയെ നേരത്തെ തന്നെ ഇവന്മാര് കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു കമീലയുടെ വരവ്. അതുകൊണ്ട് തന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഡോറയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അന്ന് രാത്രി തന്നെ ഡോറ ഒരു വിഷൻ കാണുകയാണ്. അതായത് അവളുടെ മുത്തച്ഛന്റെ അടുത്ത് അവൾ കാര്യം പറഞ്ഞു. മുത്തച്ഛ, എനിക്ക് സോൾഡറോയിലേക്ക് പോകാനുള്ള വഴി മനസ്സിലാവുന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ മാപ്പില്ല. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ തന്നെയാണ് മാപ്പ്, നിനക്ക് തന്നെ അത് കണ്ടെത്താനായി കഴിയും. അപ്പോഴാണ് അവക്കും മനസ്സിലാവുന്നത് ഞാനാണ് മാപ്പ്. നേരത്തെ കമീലയും കൂട്ടരും ഡോറയെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും അവിടുന്ന് പിടിച്ചു കെട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തന്റെ സുഹൃത്തുക്കളെ തേടി ഇപ്പൊ ഡോറ അങ്ങോട്ടേക്ക് എത്തുക. നമ്മുടെ സണ്ണിക്കുട്ടൻ ബാഗിൽ നിന്ന് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അവരുടെ റോപ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഡോറയും എത്തിയിട്ട് ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ശിങ്കടികളെയും നമ്മുടെ കാമിലെയും പിടിച്ചു കെട്ടുകയാണ്. അങ്ങനെ 3ാമത്തെ ഡോറും നമ്മുടെ ഡോറ കണ്ടെത്തിയിരിക്കുകയാണ്. അതും തുറന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു റോപ്പും കാര്യങ്ങളൊക്കെ അറുത്തു മാറ്റിയിട്ട് നമ്മുടെ കമിലയും അവളുടെ കൂടെ കൂടുന്നുണ്ട്. കമിലയുടെ അടുത്ത് നമ്മുടെ ഡോറ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പ്ലോറേഷനൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ ആരാധികയായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ എന്താ ഇങ്ങനെ ദുഷ്ട സ്വഭാവം കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോറോടെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു മഴക്കാടുകളിലേക്ക് പണ്ട് നമ്മുടെ കാമില വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത് അവൾക്ക് കണ്ടെത്താനായില്ല. അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു TV ഷോയും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആയി പോയി. വാർത്താമാധ്യമങ്ങൾ ഒന്നടങ്കം അവളെ കളിയാക്കി. കമീലയും ഡോറയും കൂട്ടരും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ 3ാമത്തെ ഡോറും തുറന്ന് ഉള്ളിലേക്ക് വന്നപ്പോൾ അവിടെ ഒരുപാട് സ്വർണത്തിന്റെ വസ്തുക്കൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പാവകള്, കോയിനുകള്, പ്രതിമകള് എല്ലാം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കയറുകളിൽ നോക്കിയിട്ട് ഡോറയും അതുപോലെ തന്നെ നമ്മുടെ കമിലയും ആ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കിയെടുത്തു. അതായത് അവിടെ ഒരു ത്രാസ് ഉണ്ടായിരിക്കും, ഒരു വലിയ ത്രാസ്. അതിലേക്ക് സ്വർണത്തിന്റെ വസ്തുക്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ ഒരു ത്രാസ് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ 3ാമത്തെ ഡോറ് കുറച്ച് തുറക്കും. പിന്നീട് വീണ്ടും ആ ഒരു സ്വർണ്ണ നാണയങ്ങളും അതുപോലെ തന്നെ സ്വർണത്തിന്റെ വസ്തുക്കളൊക്കെ ആ ഒരു ത്രാസിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ, അതായത് കമലയുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചങ്ങായി ആണെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണമൊന്നും അതിലെടുത്ത് കളയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ തടയുകയാണ്. അതോട് കൂടിയിട്ട് കമിലയും അയാളും തമ്മിൽ വഴക്കാവുന്നു. മറുവശത്ത് ഡോറയും കൂട്ടരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രാസിലേക്ക് ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ നിറച്ചിട്ട് ഈ ഒരു ഡോറ് തുറക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ത്രാസിൽ ഒരുപാട് സ്വർണ്ണ വസ്തുക്കൾ നിറച്ച് ആ ഒരു ഡോറിന്റെ പകുതി മുക്കാൽ ഭാഗവും ഇപ്പൊ തുറന്നിട്ടുണ്ട്. ഇനിയും സ്വർണം വേണ്ടതായിട്ടുണ്ട്.
പക്ഷെ കമിലയുടെ ശിങ്കിടിയായിട്ടുള്ള അയാളാണെന്നുണ്ടെങ്കിൽ സ്വർണം മുഴുവൻ അതിലേക്ക് ഇടാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ സണ്ണിക്കുട്ടനെ എടുത്തിട്ട് ആ ഒരു ത്രാസിലേക്ക് അയാൾ എറിയുന്നുണ്ട്. പാവം നമ്മുടെ സണ്ണിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അവനെ ഒരുവിധം ആ ഒരു ത്രാസിൽ നിന്ന് താഴെ ഇറക്കിയതിന് ശേഷം നമ്മുടെ കമിലയും എല്ലാവരും കൂടി ചേർന്നിട്ട് വീണ്ടും അതിലേക്ക് സ്വർണ്ണ നാണയം നിറയ്ക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ശിങ്കിടിയാണെന്നുണ്ടെങ്കിൽ മറുവശത്തേക്ക് ഒന്ന് തെന്നി മാറി താഴേക്ക് വീണ് പോകുന്നുണ്ട്. അതോടുകൂടി ഇവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി. പക്ഷെ നമ്മുടെ കമിലയാണെന്നുണ്ടെങ്കിൽ ഓടിയിട്ട് ആ ഒരു ത്രാസിലേക്ക് ചാടി കയറുകയാണ്. എന്നിട്ട് അവള് സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു. അവൾ അതിലേക്ക് കയറിയപ്പോ തന്നെ അവൾ പെട്ടെന്ന് താഴേക്ക് പോവുകയാണ് ആ ഒരു ത്രാസെ പാടി. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നമ്മുടെ ഡിയാഗോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് പറന്നു പോയിട്ട് ഇപ്പൊ കമിലയുടെ കയ്യിലേക്ക് കയറി അവളിപ്പോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഇവര് മൂന്നാമത്തെ ഡോറും തുറന്നിരിക്കുകയാണല്ലോ. നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇപ്പൊ കിടക്കുന്നത് നമ്മുടെ കമിലയുടെ കയ്യിലാണ്. അതൊരു കീ ആണ്. അവിടെ ആയിട്ട് ഒരു തുള ഉണ്ടായിരുന്നു. അതിലേക്ക് അവള് കൈ അകത്തേക്ക് വിടുന്നുണ്ട്. അതോടുകൂടി ആ ഒരു ഡോറ് ഓപ്പൺ ആവുന്നു. ഇനി ഒരാളുടെ ആഗ്രഹം അവിടെ പറയാം. കമിലയുടെ അടുത്ത് നമ്മുടെ ഡോറ ആഗ്രഹം പറയുമ്പോൾ അവള് പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ഡോറ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഡിയാഗോ ന്യൂയോർക്കിലേക്ക് പോകേണ്ട സമയമാണല്ലോ, എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ എന്നാണ് അവൾ വിഷായിട്ട് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും നമ്മുടെ ഡോറ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഒരു ആഗ്രഹവും ഇല്ല. ഡോറയുടെ ആഗ്രഹം പറയാനായിട്ടായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഡോറ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡിയാഗോ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ന്യൂയോർക്കിലേക്ക് പഠിക്കാൻ പോകുന്നതാണ്. എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ഡിയാഗോ അവിടെ നിന്ന് പോകുമ്പോൾ ഡോറയാണെന്നുണ്ടെങ്കിൽ മറുവശത്തേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ആ ഒരു വലിയ കുന്നിന്റെ മണ്ടയിൽ നിന്നിട്ട് നമ്മുടെ ഡിയാഗോയുടെ കാറിന് നേരെ ടാറ്റ വീശി കാണിക്കുന്നു. അപ്പോഴാണ് മലമുകളിൽ നിന്ന് ഒരു പച്ച പ്രകാശം നമ്മുടെ ഡോറ കാണുന്നത്. ഡോറയുടെ ബാക്ക് അവൾ തുറന്നു നോക്കിയപ്പോ അതിനുള്ളിലൊരു മാപ്പ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഈ ഒരു സിനിമ? എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ലോസ്റ്റ് സിറ്റി ഓഫ് ഗോൾഡ് പറഞ്ഞ പടത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു പടം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി? അപ്പോ എല്ലാവരും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും പുതിയ മൂവീസും അല്ലെങ്കിൽ സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.